Attention. Prayer. ായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളെങ്ങയ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായൂർദ്ധൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുമെല്ലാം പാരന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ബഹുമാനപ്പെട്ട ഉദ്ഘാടകി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജമീല നജീബ്, PTA പ്രസിഡന്റ്, മുൻ PTA പ്രസിഡന്റ്, അതേപോലെ PTA MTA ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നല്ലവരായ എൻ്റെ സഹപ്രവർത്തകർ, നമ്മുടെ 2024-25 അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവമാണ് പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യും. അവരെ ഹാർദവുമായി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. റഹീം, അതേപോലെ ബഷീറാക്ക, എല്ലാവരെയും ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിപ്പിക്കേണ്ടത് കൊണ്ടാണ് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. കാരണം അങ്ങനെ തന്നെ ഒരു പ്രത്യേക നിർദ്ദേശം നമുക്കുണ്ട്. കുട്ടികളെ രാവിലെ തന്നെ ബുദ്ധിമുട്ടിക്കരുത്, വളരെ വേഗം ചടങ്ങ് നടത്തി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പരിപാടിയോടനുബന്ധിച്ചൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ അധ്യയന വർഷം 24-25 അധ്യയന വർഷം നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യയന വർഷമാണ്. നമ്മുടെ സ്കൂള് 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയാണിത്. ഈ ധാരാളം പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്, നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനെല്ലാ പേരുടെയും നിസ്സീമമായ നിസ്വാർത്ഥമായ സേവനവും സഹകരണവും ഉണ്ടാവണമെന്ന് ആദ്യമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബഹുമാനിയായ നമ്മുടെ PTA പ്രസിഡന്റ് അവരുടെ ഹാർദവുമായി ക്ഷണിക്കുന്നു. രക്ഷിതാക്കളെ, വേദിയിലുള്ള നമ്മുടെ മെമ്പർ ഉൾപ്പെടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ, നമ്മുടെ തിരട്ടമ്മൽ AMLP സ്കൂളിൽ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ 100 വയസ്സ് ഈ വർഷത്തേക്ക് തികയാണ്. അത് മാത്രമല്ല, നമ്മുടെ 1ാം ക്ലാസ്സിലൊക്കെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള അഡ്മിഷനാണ് ഈ വർഷം വന്നിട്ടുള്ളത്. പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷക്കനുസരിച്ച് മാത്രമല്ല, അതിലുപരിയായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത് ഇവിടുന്ന് കിട്ടും എന്നുള്ളത് ഒരു 10-15 വർഷമായിട്ടൊരു PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് നമ്മോട് കഴിഞ്ഞ വർഷം ഉറപ്പ് തന്നൊരു കാര്യം. പക്ഷേ ഇതിൻ്റെ മേലെ 3ാം നിലയിൽ എടുത്ത ബിൽഡിങ്ങിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല. ഇത് പൊളിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. ഈ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് രണ്ടും നടക്കും. അത് മാത്രമല്ല, ഇന്ന് ഈ കാണുന്ന ഈ ഭംഗിക്കുറവൊക്കെ അടുത്ത വർഷത്തോടു കൂടി പരിഹരിക്കുമെന്നുള്ള മാനേജർ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞതാണ്. കാരണം ഈ കെട്ടിടം പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ടും ഇന്റർനെറ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ ഈ പരിസരത്ത് സബ് ജില്ലയിലല്ല ജില്ലയിൽ തന്നെ പല സ്കൂളുകളിലും കാണാത്ത ഒന്ന് ഈ വർഷം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തടി കൂടിയ കുട്ടികളുണ്ട്, തടി കുറഞ്ഞ കുട്ടികളുണ്ട്. പോഷകാഹാരത്തിന്റെ കുറവ് ഇന്ന് കേരളത്തിലുള്ള കുട്ടികൾക്കില്ല. പക്ഷെ ഇവിടെ പഠിച്ച് എണീറ്റ് നടക്കാൻ കഴിയാത്ത 8ാം ക്ലാസ്സിലേക്കുള്ള കിറ്റ് പുറത്തിട്ട് പോകാൻ ബാഗ് തൂക്കി പോകാൻ കഴിയാത്ത
ഒരു ശാരീരികാവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ തടി കുറച്ച് കൂടി കുട്ടികളുണ്ടെങ്കിൽ അവരതൊന്ന് പാകപ്പെടുമ്പോഴാണ്. അതിന് എന്ത് എന്നുള്ളത് മാനേജ്മെന്റും അധ്യാപകരും PTA കമ്മിറ്റിയും ഒക്കെ കൂടി ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ടർഫ് ഗ്രൗണ്ടും അതുപോലെ ഒരു ബാഡ്മിന്റൺ കോർട്ടും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് 4ാം നിലയിൽ സ്കൂളിന്റെ ഈ ബിൽഡിങ്ങിന്റെ. ആരും കണ്ടിട്ടുണ്ടാവില്ല. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് മാനേജർ തീരുമാനിച്ചിരുന്നെങ്കിലും അതിന്റെ ഈ കാലവർഷത്തിന്റെ പ്രയാസം കൊണ്ട് അതിന്റെ പണി മുഴുവനായിട്ട് തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ഒഴിവുള്ള സമയത്ത് ഒരു എക്സസൈസ് ചെയ്യാൻ, അവരെ തടിയൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ ഒരു. അതുപോലെ തന്നെ കുട്ടികൾ പല വിശ്വാസമുള്ള കുട്ടികളുണ്ട്. 5 നേരം നമസ്കരിക്കണം താല്പര്യമുള്ള കുട്ടികളുണ്ട്, അതില്ലാത്ത കുട്ടികളുണ്ട്, മറ്റുള്ള ആരാധനയെ വിശ്വാസമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നിസ്കരിക്കുന്ന കുട്ടികളൊക്കെ പള്ളിയിലേക്ക് സുന്നി ആശയമുള്ളവർ അങ്ങോട്ട് ഓടും, റോഡിന്റെ അപ്പുറത്തേക്ക് മുജാഹിദ് ആശയമുള്ളവർ ഇങ്ങോട്ട് പോകും. അപ്പൊ അതൊന്നും ഇനി റോഡുകൾ ഓടിയൊരു പ്രയാസം. അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിജയം നേടിയ ആളുകളെ IAS IPS കരസ്ഥമാക്കിയ ആളുകളൊക്കെ തേടിപ്പിടിച്ച് ഇവിടെ പഠിച്ചായാലും അല്ലാത്തവരായാലൊക്കെ ഉന്നത അങ്ങനെ ഒരു ഇന്ററാക്ഷൻ. പിന്നെ അധ്യാപകരൊക്കെ ദിശയിൽ കാശ് എടുത്തിട്ട് PTA കമ്മിറ്റി ഒക്കെ ശ്രദ്ധിക്കുക ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും ദിവസേന സ്കൂളിൽ വന്ന് മറ്റുള്ള മാനേജർമാരെ പോലെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, ദിവസേന സ്കൂളിൽ വന്ന് ദൈനംദിന കാര്യങ്ങളിലുള്ള പോരായ്മ വിശ്വാസം. അപ്പൊ ഇവിടെ നമ്മുടെ ചേർത്തി അമ്മമാർക്ക് ഒരു ആശങ്കയും വേണ്ട, നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ചും അതിലപ്പുറം ഇവിടുന്ന് കിട്ടും എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് മെമ്പർ ജമീല നജീബിനെ ആദരപൂർവ്വം ക്ഷണിക്കണം. അധ്യാപകരെ, പുതിയതായി വന്ന കുട്ടികളെ, എല്ലാ മക്കൾക്കും എല്ലാ വിദ്യാർത്ഥികളും നമ്മളിപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അവധിക്കാലം എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഉഷാറല്ലേ? പുതിയൊരു അധ്യയന വർഷത്തിലേക്കുള്ള ഇവിടെ പറഞ്ഞു കളിയിലൂടെ തന്നെ കായികപരമായി മുന്നോട്ട് പോകാൻ എല്ലാ സംവിധാനങ്ങളും മാനേജ്മെന്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ വേറെ കുട്ടികളുള്ള അല്ലാതെ നിങ്ങളെല്ലാ മക്കളെ നല്ല പോലെ നോക്കണം. എന്നാലേ ഒരു സ്നേഹവും പിന്നെ കരുണയും ദയൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ കുട്ടികളും നല്ല മക്കളായി വളരുക, സമൂഹത്തിന് നല്ല ഭാവിയിൽ. നമുക്ക് കാലാവസ്ഥ അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഭൗതികമായി നമ്മുടെ സ്കൂള് ഒട്ടേറെ മുന്നോട്ട് നീങ്ങി. അതുപോലെ തന്നെ പാഠ്യ രംഗത്തും ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു പരീക്ഷണം എന്ന നിലയിൽ LSS എഴുതുന്ന കാര്യത്തിലും അതിൽ പാസ്സാകുന്ന കാര്യത്തിലും, അതുപോലെ USS എഴുതുന്ന കുട്ടികൾ അതിൽ പാസ്സായി വരുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ ഒരു MDA പ്രസിഡന്റ് ഫാത്തിമ സുഹറ, അടുത്തതായി നമ്മുടെ ഷെരീഫ് ഉസ്താദാണ്.
ഇനി നമ്മുടെ കിറ്റ് വിതരണം നടത്തുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് KP അൻവർ സാറാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി കിറ്റ് വിതരണം നടത്തുന്ന ഈ ഷൗക്കത്തിലേക്കാണ് PTA വൈസ് പ്രസിഡന്റ് റഹീം. എല്ലാവരും കൈയടിക്കുക. നമ്മുടെ PTA ബഷീർ ഖാൻ, നമ്മുടെ മാനേജർ AM ഹബീബുള്ള സർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ സുദീപൻ സാർ, PTA മെമ്പർ ഷിഹാബ് ഖാൻ, MTA പ്രസിഡന്റ് ഫാത്തിമ സുഹറ, പായസ വിതരണം നടത്താം. പതുക്കെ പോയാൽ മതി, തിരക്കേണ്ടതില്ല. ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. ടീച്ചേഴ്സ് ഈ കുട്ടികളെ ക്ലാസ്സിലേക്ക് വിടണം. അവിടെ ടീച്ചർമാർ ഈ കുട്ടികളെ കൃത്യമായി അവനവന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണം. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികള് ഈ വരാന്തയിലുള്ള ക്ലാസ്സിൽ കയറിയിരിക്കുക. ടീച്ചേഴ്സ് വന്നിട്ട് നിങ്ങളെ ക്ലാസ് മാറ്റിയിരുത്തി തരും. 5ABC എഴുതിയ ക്ലാസ് കാണുന്നില്ലേ, അതിൽ ഏതിലെങ്കിലും കയറിയിരിക്കാം. ടീച്ചേഴ്സ് വന്നിട്ട് നിങ്ങളെ മാറ്റിയിരുത്തി തരും. അതുപോലെ 6, 7, 4 മറ്റ് ക്ലാസ്സുകളിലേക്ക് വന്ന കുട്ടികൾ ഇവിടെ വരിക. അവരെ ഇവിടെ നിന്നും ടീച്ചേഴ്സ് അവിടേക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. ക്ലാസ്സിലെ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും നിർബന്ധമായി ഇപ്പോൾ തന്നെ ആ ക്ലാസ്സിൽ പോവുകയും കുട്ടികൾ ഏത് ക്ലാസ്സിലാണ്